ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മളെ വ്ളോഗ് തുടങ്ങുന്നു. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞ മാതിരി. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആൾക്കാർ ഷെയർ ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ലൈക്കൊക്കെ ചെയ്യുക. എല്ലാം ചെയ്ത് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കൂടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സപ്പോർട്ട് നല്ലോണം ഉണ്ട്. ഇനി അതുപോലെ തുടരുക. അപ്പോൾ ഞാനിപ്പം ഉള്ളത് ഒരു സർപ്രൈസായിട്ട് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കണ്. പക്ഷെ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ. എന്തോ ഇതുവരെ ചെയ്ത മാതിരല്ല, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ ചെറിയ കട്ടുകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ ഞാൻ സൗദി അറേബ്യയിലെത്തി. ഇൻഷാ അല്ലാഹ് റാത്തായിട്ട് എത്തി. അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ആരോടും ഞാൻ പറഞ്ഞിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അറിയാത്തവർക്കും അറിഞ്ഞവരോടും ഒരട്ടുമടെ ഞാനിവിടെ എത്തി. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. അപ്പോൾ ഞാൻ പോകുന്ന ഇറങ്ങിയ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിനി. പിന്നെ പഴയതുപോലെ വീണ്ടും ഞാൻ പറയുകയാണ്. എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ആദ്യം കുട്ടികളൊക്കെ ഉണ്ടായി. എന്നാലും എന്തോ ഇപ്പോൾ കുറച്ച് അധികം വീട്ടിൽ നിന്നുകൊണ്ട് അറിയില്ല, ചെറിയ ടെൻഷനും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് അതിമക്കൊന്നും ഒരു ഉഷാർ വന്നില്ല. പിന്നെ ഞാൻ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ആദ്യം വിട്ടണല്ലോ വീഡിയോയിൽ. അങ്ങനെയും ആയതുകൊണ്ട് ഇതായതുകൊണ്ട് ഞാൻ അതും പിന്നെ അങ്ങനെയൊക്കെ പാടെ ആയതുകൊണ്ട് ഞാൻ ചെയ്തില്ല. ഇപ്പം ഞാൻ നാട്ടിൽ ഒരു 4:30 ആയിട്ടുണ്ടാവും. അവിടുത്തെ 2 മണി ആവുന്നു. അപ്പോൾ നാട്ടിൽ 2 മണിക്കൂർ മാറ്റമുണ്ടല്ലോ. 4:30 ആവണുള്ളൂ നാട്ടിൽ ഇപ്പോൾ വീഡിയോ എടുക്കണേ. അപ്പോൾ അവിടെ എത്തുന്നത് ഒരു 1 മണിക്ക് 1:30 ഇവിടെ ലാൻഡ് ചെയ്തു. ലാൻഡ് ചെയ്താൽ ജിദ്ദയ്ക്ക് പോയി. ജിദ്ദയിൽ നിന്ന് അവിടെ ചങ്ങാതിൻ്റെ അടുത്ത് നിൽക്കണം എന്നാണ് കരുതിയത്. അപ്പോൾ ഓനെ കാണിച്ചു തരാം. ഓനെന്താ ചെറിയ പനിയൊക്കെ ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ പിന്നെ ബസ്സിന് ഇങ്ങോട്ട് പോരാനതിന് ഉദ്ദേശം. അവിടെ കുറച്ച് ദിവസം നിന്ന് നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഒക്കെ കാണിച്ചു തരണം എന്നുള്ളൊരു ഉദ്ദേശം പാടുണ്ടായിന്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബസ്സിന് അന്വേഷിച്ചപ്പോൾ ബസ് അപ്പം തന്നെ പോകുന്നുണ്ടായിരുന്നു. 12 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ 12:30 ബസ് പോകും പറഞ്ഞ്. പിന്നെ തിങ്കളാഴ്ച ഉള്ളു പറഞ്ഞു, കുറഞ്ഞ റേറ്റിന് കിട്ടി. പിന്നെ അല്ലെങ്കിൽ വേറെ ബസ് ഉണ്ട്. അപ്പോൾ ഓലെ ബസ്സിൽ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് അതിലേറെ പൈസ വരും. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. അപ്പോൾ ഓനോട് ഇൻഷാ അല്ലാഹ് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഓൻ്റെ റൂമൊക്കെ പോയില്ല. ഓനോട് സലാം പറഞ്ഞുകൊണ്ട് നേരെ പോന്നു. പിന്നെ ഒരു 10-12 മണിക്കൂർ ഇരുന്നുണ്ടാവും കേട്ടോ. 1 മണിക്ക് കടന്നിട്ട് 1 മണിക്ക് 1:30 ഇവിടെ എത്തി. എല്ലായിടത്തും നിർത്തിയിട്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ എത്തി നമ്മളെ സൈറ്റിലെത്തി. അതൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം. പിന്നെ നമ്മളെ ചങ്ങായി ഉണ്ടായിന്, ഓനെ വിളിച്ച്. ഓനിവിടെ പന്തളിക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അങ്ങോട്ട് വന്ന് പന്തളിക്കാൻ വേണ്ടി കണ്ട് ഇതാ. ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട്. എന്നാലും കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഇൻട്രോ എടുക്കുക. നിങ്ങൾക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഏതായാലും ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പോകുന്നതും ഇതായിട്ട് ഇങ്ങനെ ചെറിയ ക്ലിപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വിട്ടുതരാം. എൻ്റെ ബോർഡിങ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടോ അവിടെ ഇരുന്നു. പിന്നെ കുറേ കഴിഞ്ഞാൽ പ്ലെയിനിൽ പോകാൻ സമയം ഇപ്പം ഇങ്ങനെ പോയി. അപ്പോൾ ഇവിടെ ഒക്കെ പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് വേറെ സൈഡിൽ കൂടെ ഒക്കെ അതിന് പോയത്. പിന്നെ അവിടെ നിന്ന് വരുന്നു. ആദ്യം ലാസ്റ്റ് നമ്പർ അനുസരിച്ച് അങ്ങനെ കയറിപ്പോയിരുന്നു. അങ്ങനെ നമ്മൾ വിമാനത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ അവിടെ വിമാനങ്ങളൊക്കെ അവിടെ കുറേ നിർത്തിക്കുന്നുണ്ടോ. സലാം എയറോ അതൊക്കെ ഉണ്ട് അവിടെ. കുറേ വരില്ല. നമ്മൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണ് ഉള്ളിലേക്ക് കയറാം. Ladies and gentlemen, जल्द से जल्द उड़ान भरने के लिए आप सभी से निवेदन है, ओवरहेड बिन पर लिखे सीट नंबर्स की मदद और 2 द्वार आगे की ओर है. आपका निकटतम द्वार आपके पीछे. ഗൈസ് അങ്ങനെ പുറത്തിറങ്ങിട്ടോ. ഇതിന് ജിദ്ദയിലെത്തി. പുറത്തിറങ്ങി നടക്കണം. വണ്ടി വിളിക്കണം. അതിലിങ്ങനെ എൻ്റെ തടി ഇതിലിങ്ങനെ കണ്ടോട്ടെ. ടാസ്ക് 12:30 എടുത്താൽ അവിടെ 10-11 മണിക്കൂറോടെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അയക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ 12:20 ആയിട്ടുള്ളൂ. അതിലാണെങ്കിൽ ആർക്കും വിളിക്കാൻ നെറ്റുമില്ല.
നമ്പറില്ല സിമ്മ് കട്ടായി കിട്ടില്ല പഴയ സിമ്മ് അങ്ങനെ വരികൊന്നും വിളിച്ചിട്ടില്ല മെസ്സേജ് അയച്ചിട്ടുള്ളൂ നമ്മള് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചത് സൈഡ് സീറ്റ് തന്നെ കിട്ടും ഇതാട്ടോ ടിക്കറ്റ് മൗലാന മദീന സിയാറ ഇവരെ കൂടെയാണ് പോണത് ഷർഫി എന്ന് അവിടെ ഓഫീസ് മദീന സിയാറ അവിടെ കുറച്ച് പ്രാക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രാക്കളൊക്കെ വെച്ചിട്ടുണ്ടായ ബസ്സൊക്കെ അടിപൊളിയാണ് ഇപ്പല്ല അടുത്ത വണ്ടി എടുത്തിട്ടില്ല എപ്പോഴും ടൈമായി നോക്കട്ടെ കാഴ്ച അങ്ങനെ വണ്ടി ചാട്ടാക്കി ഇതാ കുറെ ബിൽഡിങ്ങുകളും മരുഭൂമിയും ഈത്തപ്പനകളും ഇങ്ങനെ കാണാം നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാണിച്ചിടാം ഇതൊക്കെ ഇതിന്റെ മുന്നേ നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് യുദ്ധാഷ്ടിയിലേക്ക് വന്നത് ഇട്ടിക്കണമെന്നാണ് എൻ്റെ ഓർമ്മ അതുകൊണ്ട് ഞാൻ വലിയ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചത് അപ്പോൾ ഈ വീഡിയോ നമ്മൾക്ക് ഇത്ര തന്നെ ഉള്ളു അല്ലാതെ വേറെ ഒന്നും ഇവരെ കുറച്ച് കളികളും ഇവിടുത്തെ നമ്മളെല്ലാവരും അവിടെ കൂടി കളിക്കണതാണ് ഒഴിവുണ്ടാകുമ്പോൾ ഇങ്ങനെ എല്ലാവരും വന്നു ഇതാക്കുന്ന കേട്ടോ ഇവിടുത്തെ സ്റ്റേഡിയം കുറേ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നേരെ അപ്പുറത്ത് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയം കുറേ അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതാ 11ൻ്റെ ഗ്രൗണ്ട് തന്നെയാണ് പിന്നെ ഇവര് കളിക്കണ ഇപ്പോൾ 9 ആൾക്കാർ 8 ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ ഫൈസ് കളിക്കാറുണ്ട് പിന്നെ അവിടെ വോളിബോളിൻ്റെ ഉണ്ട് പിന്നെ അപ്പുറത്ത് ഭായിമാരൊന്നും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് വലിയൊരു ഏരിയ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് അതൊക്കെ ഏതായാലും നമ്മൾ മറ്റേ വ്ളോഗിൽ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ വ്ളോഗ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയെന്നുള്ള അറിയിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു വീഡിയോ മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ലാഹ് പുതിയ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിടുന്നുണ്ട് പിന്നെ പഴയ വ്ളോഗുകൾ കുറച്ചെടുത്ത് വെച്ച കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് ആയി പോക്ക് അപ്പോൾ അതുകൊണ്ട് ആ വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ വിടുന്നുണ്ട് ഷെഡിൽ അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ല നല്ല കണ്ടന്റുകളും വ്ളോഗും ചെയ്യാനൊക്കെ നല്ല ആഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ പോരാൻ കാരണങ്ങളും നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗ് നിങ്ങൾക്ക് വരും ഇത് വന്നിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേക്കായിട്ടൊരു വ്ളോഗ് വരും ഇൻഷാ അല്ലാഹ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം ഒന്നാമതൊന്നല്ല വീട് വെക്കണം കാര്യങ്ങളും കുറേ ഇതുണ്ട് പ്രാരാബ്ദങ്ങൾ കുറേ ഉണ്ട് ഇത് നമ്മളൊരു വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല അതങ്ങനെ വരുന്ന ഒരു ആഗ്രഹങ്ങൾ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാവുമല്ലോ ആ ലിസ്റ്റിൽ പെട്ട ഒരു സംഗതി തന്നെയാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ പക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളത് നിർത്താതെ അങ്ങനെ പോകും ഇനി നമ്മളിങ്ങനെ തുടർന്ന് നമ്മൾ പോകും ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ഞങ്ങൾക്ക് നല്ല വ്ളോഗുകൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുവരേക്കും ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളൂ ഫ്രഷ് ആയിട്ടും കാര്യങ്ങളൊന്നുമില്ല അതാ വേഗം കണ്ടിലിൻ്റെ കഴുത്തിലുണ്ട് അപ്പോൾ നേരെ ഇങ്ങോട്ട് പോകുന്ന റൂമൊക്കെ പോയിട്ടില്ല അതൊക്കെ ഞാൻ വേറെ വ്ളോഗിൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എല്ലാവരോടും ഓക്കെ പിന്നെ കാണാം